ശ്രീ രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ മുരാരി ബാബു അറസ്റ്റിലായിരിക്കുന്നു. ഈ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത് ശ്രീ രാഹുൽ ഈശ്വർ? മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് ശേഷമുള്ള ഒരു പ്രൊസീജിയറാണ്. ഇനി അതിന്റെ പിന്നിലേക്ക് പോകണം. ഇത് ഒരു പോളിസി ഡിസിഷനാണ്. അതായത് ഏറ്റവും സിമ്പിളായി പറയാം, സംഭവിച്ചത് എന്താ, ഗോൾഡ് ക്ലാഡിംഗ് മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കാൻ തീരുമാനിച്ചു. അതായത് നല്ല കട്ടിക്ക് സ്വർണം അടുക്കി അടുക്കി വെച്ച് സ്വർണ്ണ പാളികൾ പതിക്കുന്നതിന് പകരം വില കുറഞ്ഞ് സ്വർണം എന്ന പരിപാടിയിലേക്ക് പോയി. കൃത്യമായ കണക്ക് പറഞ്ഞാൽ 1.56 കിലോഗ്രാം സ്വർണം പതിച്ചിരുന്നു നമ്മുടെ ചെമ്പ് പാളികളിൽ അല്ലെങ്കിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ. അത് മാറ്റി 361 ഗ്രാം സ്വർണം പൂശുകയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഓരോ കാര്യങ്ങളിൽ നിന്നും, കട്ടിളയിൽ നിന്ന് ബാക്കി കാര്യങ്ങളിൽ നിന്ന് സ്വർണം പൊതിഞ്ഞത് മാറ്റി സ്വർണം പൂശാനുള്ളൊരു ഗൂഢാലോചനയാണ് നടന്നത്. ഇതൊരു പോളിസി ഡിസിഷനാണ്. ഇത് കൊണ്ടുപോയ ആൾക്കാർക്ക് മാത്രമല്ല ഉത്തരവാദിത്തം, അവരും കോൺസ്പിറസിയുടെ ഭാഗമാണ്, കള്ളത്തരത്തിന്റെ ഭാഗമാണ് ഓബ്വിയസ്ലി. പക്ഷേ ഈ ഡിസിഷൻ ആരാ എടുക്കുന്നത്? ദേവസ്വം ബോർഡിന് അനുമതി ഇല്ലാതെ എടുക്കാൻ കഴിയുമോ? ദേവസ്വം മിനിറ്റ്സിൽ വ്യാജരേഖ നിർമ്മാണം വന്നില്ലേ? അതൊന്നും വേറെ തെളിവ് വേണ്ടല്ലോ. അതായത് സ്വർണ്ണപ്പാളികളെ ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിയാൽ അത് ഫോൾസിഫിക്കേഷൻ, ഫാബ്രിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ആണ്. അപ്പൊ ഓൾറെഡി വ്യാജരേഖ നിർമ്മാണം, മോഷണം അടങ്ങിയ കാര്യം പറഞ്ഞു. ദയവായി ഒരു കാര്യം ശ്രദ്ധിക്കുക, അനധിസാധാരണമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ടേസ്റ്റ് ആൻഡ് പ്ലണ്ടർ ഓഫ് ഗോൾഡ് ഓഫ് അയ്യപ്പ. അതായത് നിങ്ങൾ മാധ്യമങ്ങൾ സ്വർണ്ണ കൊള്ളാം ഇത്രയും കാലം പറഞ്ഞതിനെ ഹൈക്കോടതി സാധൂകരിച്ചിരിക്കുകയും ഓറൽ ഒബ്സർവേഷൻ അല്ല, വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഹേസ്റ്റ് നടന്നു, പ്ലണ്ടറിംഗ് ഓഫ് ഗോൾഡ് നടന്നു, സ്വർണ്ണ കൊള്ള നടന്നു എന്നുള്ളത്. അപ്പോ ഇനി ആർക്കും സംശയം വേണ്ട, ഇനി അറസ്റ്റുകളിലേക്ക് പോകണം. ഇലക്ഷൻ വർഷമാണ്, CPM ആരെങ്കിലും പ്രതിരോധിക്കുമെന്ന് അറിയില്ല. പക്ഷേ അന്നത്തെ ബോർഡ്, അന്നത്തെ ഉന്നത അംഗങ്ങൾ, അവരിലേക്ക് അന്വേഷണം നീളണം, അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം. അല്ലാതെ ഇത് മുമ്പോട്ട് പോകില്ല. ഇപ്പോൾ നടന്നത് സ്വാഗതാർഹമാണ്. ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്ത ഉദ്യോഗസ്ഥരാണ്. ഹൈക്കോടതി വിധിന്യായത്തിൽ കൗതുകമുള്ള ഒരു വാക്കുകൂടിയുണ്ട്, ഞങ്ങൾ തീരുമാനിച്ചുറച്ചു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന്. അതായത് അയ്യപ്പന്റെ സ്വർണം കട്ടവരെ ഞങ്ങൾ വെറുതെ വിടില്ലെന്നും ഇത്തരം പ്രവണതകൾ എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തിലും ബോധ്യത്തിലുമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോകുന്നത്. അത് ആശ്വാസകരമാണ്, ആവേശകരമാണ്. രാഹുൽ ഈശ്വർ, ഇവിടെ ഇത് മുരാരി ബാബുവിൽ ഒതുങ്ങി നിൽക്കുമെന്ന് കരുതാവോ? ഒരു പോറ്റിയും ഒരു മുരാരിയും വിചാരിച്ച ഇത്ര വലിയ സംഘടിതമായ ഓർഗനൈസ്ഡ് ലൂട്ട് നടക്കും എന്ന് കരുതാവോ രാഹുൽ? ഒരു കാര്യം മനസ്സിൽ മതി, ഹാഷ്മിയുടെ വീട്ടിൽ നിന്നും എന്റെ വീട്ടിൽ നിന്നും 100 പവൻ എടുത്തുകൊണ്ട് പോയി. ഈ 100 പവൻ എടുത്തുകൊണ്ട് പോയി 39 ദിവസം കഴിഞ്ഞും അത് പണിക്കെടുക്കാനുള്ള സ്ഥലത്തെത്തിയില്ല. ഞാനും ഹാഷ്മിയും വിളിച്ചു ചോദിക്കൂലേ? 39 ദിവസം നമ്മുടെ ഒരു 100 പവൻ കാണുന്നില്ല. അല്ലെങ്കിൽ ഒരാൾ പണിക്കെടുത്തോണ്ട് പോയാൽ ജൂലൈ 19, 20 സ്വർണം എടുത്തിട്ട് ഓഗസ്റ്റ് 30 അത്, അല്ലെങ്കിൽ ഓഗസ്റ്റ് 29 ടു ബി പ്രിസൈസ്, അത് ചെന്നൈയിൽ എത്തിക്കുന്നത്. ഇത്രയും ദിവസം ആൾക്കാരെ കാണിച്ച് കാശുണ്ടാക്കാൻ അവസരം കൊടുത്തു എന്നുള്ളത് വേറെ. ഇതിന്റെ പിന്നിൽ ബാക്കി കാര്യങ്ങൾ ഉണ്ടാക്കാൻ, അതായത് ബാക്കി വ്യാജ ചെമ്പ് പാളി ഉണ്ടാക്കാനുള്ള അവസരം കൂടിയാണത്. ഇന്ന് ഹൈക്കോടതി വിധിന്യായത്തിൽ ഒരു ഡൗട്ടായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, പോയ പാളികൾ തന്നെയാണോ തിരിച്ചു വന്നതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന്. അല്ല രാഹുൽ, ഇടക്കാല ഉത്തരവും എല്ലാ ഉത്തരവും കൃത്യമായി വായിച്ചു പഠിക്കുന്ന ആളാണ്. ഏറ്റവും ഒടുവിൽ വന്ന ഉത്തരവ് ഒറ്റ വരിയാന്ന് വായിക്കാം. The sequence of events unmistakably indicates that the TDB officials consciously attempted to hand over the gold-cladded Dwarapalaga secretly to Mr. Poti in 2025 to suppress the earlier gold pilferage. എന്ന് പറഞ്ഞാൽ 19 നടത്തിയ ഉടായ്പ മറച്ചുവെക്കാൻ വേണ്ടിയാണ് 2025 കൊടുത്തുവിട്ടത് എന്ന് കോടതി ബലമായി സംശയിക്കുന്നു. അൺമിസ്റ്റേക്കബിളി ഇൻഡിക്കേറ്റ് എന്ന് പറയുകയാണ്. കോടതിയുടെ ബോധ്യമാണ്. അതിനുശേഷം അടുത്ത വരിയിൽ കോടതി ഡിസ്റ്റിങ്ക്ട് പോസിബിലിറ്റി എന്ന് തന്നെ പറയുന്നുണ്ട്. അതായത് ഡിസ്റ്റന്റ് അല്ല, ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമായ സാധ്യത. ഡിസ്റ്റിങ്ക്ട് പോസിബിലിറ്റി എന്ന് പറയുന്നത് 2019 സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് 2025 ഇയാളെ കൊടുത്തുവിട്ടത്. ഇനി സിമ്പിളായിട്ട് പറയാം, ഹാഷ്മി ഒരുപാട് വളഞ്ഞു തിരിഞ്ഞ് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. സിമ്പിളായി സംഭവിച്ചത് എന്താ? ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു. ആ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ട്. അവരിലേക്ക് ഇത് നീളുമോ? അതിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ട്. ഒരു ഇലക്ഷൻ സമയത്ത് CPM അവരിലേക്ക് അന്വേഷണം നീളാനും അവരെ അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ ആക്ഷനിലേക്ക് പോകാൻ അവരെത്രമാത്രം സമ്മതിക്കും? നമുക്ക് വിശ്വാസം കോടതിയാണ്, കോടതി ഹാൻഡ് പിക്ക് ചെയ്ത ഉദ്യോഗസ്ഥരാണ്. നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഇത്രയും സമ്മർദ്ദം ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് ഇത്രയെങ്കിലും പോയത്. ആദ്യ ദിവസങ്ങളിൽ ഓർമ്മയില്ലേ, അവിടെയും ഇവിടെയും തൊടാതെ സ്വർണ്ണപ്പാളികളിൽ കോയിൻ വന്ന് കൊണ്ടുകൊണ്ട് അതിന്റെ ഷീൻ മാറ്റി ഞങ്ങൾ എന്തോ നല്ല കാര്യം ചെയ്തു എന്ന് ഭാവിക്കുകയായിരുന്നു പലരും.
അപ്പൊ അയ്യപ്പന്റെ സ്വർണം കട്ടൂന്ന കാര്യത്തിൽ ഇനി സംശയമില്ലല്ലോ. ഹേസ്റ്റും പ്ലണ്ടറും പോലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് മണി ഹേസ്റ്റ് ആണ് അവസാനം ഓർമ്മ വരുന്നത്. ഹേസ്റ്റും പ്ലണ്ടർ ഓഫ് അയ്യപ്പാസ് ഗോൾഡ് എന്ന് വിധിന്യായത്തിൽ എഴുതി വെക്കുന്നത് മാധ്യമങ്ങളുടെ നെറേറ്റീവ് അതേപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശരിവെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വർണ്ണക്കൊള്ള നടന്നു, കൊള്ളക്കാരെ പിടിക്കണം. കൊള്ള ചെയ്തവന്റെ കൈയും കാലും പിടിച്ചാൽ മാത്രം പോരല്ലോ, തല പിടിക്കണ്ടേ. ഈ ഉണ്ണികൃഷ്ണൻ വെറും പ്യൂണാണ്, മുരാരി ബാബു വെറും കൈയാണ്, തലച്ചോർ ആരാണ്? ആ തലച്ചോർ അല്ല രാഹുലെ, ഇവിടെ നമ്മൾ ഈ മുരാരിയുടെ പേര് ആദ്യമേ പുറത്തു വരുമ്പോൾ മുരാരി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ആണ്. അദ്ദേഹം പറഞ്ഞ വ്യാജം എന്തൊക്കെയാണ്, അത് സ്വർണ്ണം എന്തോ ചെമ്പ് തെളിഞ്ഞു എന്ന്. ആരും കാണാത്ത ചെമ്പ് തെളിയിൽ മുരാരി മാത്രം കാണുന്നു. ചെമ്പുപാളി എന്ന് അതിനെ പൈതൃകമായി അങ്ങനെ അത്ര പറയുന്നത്. അതുകൊണ്ട് ചെമ്പുപാളി എന്നല്ല സ്വർണ്ണപ്പാളി എന്ന് പറയാൻ പറ്റും. 2024 ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് സ്വർണ്ണം പൂശി ചെമ്പുപാളി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ പൈതൃകവാദമല്ല. അപ്പൊ ആ വ്യാജം പറയാൻ നല്ല കോൺഫിഡൻസ് ഉണ്ടായത് ചുമ്മാ ഉണ്ടാകുന്ന കോൺഫിഡൻസ് അല്ല രാഹുൽ ഈശ്വർ. കോൺഫിഡൻസ് ആണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ഓർമ്മയില്ലേ എത്ര കോൺഫിഡൻസ് ആയിട്ടാണ് പറഞ്ഞത്? കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാഷ്മി October 2, 2024 കഴിഞ്ഞ വർഷം ഒരു ഗാന്ധി ജയന്തി ദിനത്തിൽ ദേവസ്വം ബോർഡിൽ ഒരു എഴുത്ത് പോലും അയച്ചു. എനിക്ക് നിങ്ങളുടെ കിട്ടുന്ന മറ്റേ സ്വർണത്തിന്റെ പാളികൾ തരണം, അതിന്റെ സ്വർണം എനിക്ക് എക്സ്ട്രാക്ട് ചെയ്യണോ. ഇതൊക്കെ രേഖയുണ്ടാക്കാനും പ്രോസസ് എന്തൊക്കെയോ നടന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ സ്വർണ്ണ കൊള്ള നടന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അറസ്റ്റുകൾ ഉണ്ടാകണം. യഥാർത്ഥത്തിൽ അദ്വൈതം സിനിമയിൽ കണ്ട ഒരവസ്ഥയിലേക്ക് കേരളം പോകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, കാര്യം എനിക്ക് അത്ര വ്യക്തിപരമായ അറിവും പരിചയവും ഞങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുമാണ് പ്രക്ഷോഭകാലത്ത്. എന്ത് ചെയ്യാൻ പറ്റും? അയ്യപ്പനെ കാട്ടി വരുന്നല്ലോ ആരാനും. അപ്പോ എന്താ പറയുക, അന്വേഷണം അവരിലേക്ക് പോകണം, സംശയമൊന്നുമില്ല. അവരെ അടക്കം. എനിക്ക് ആ അറസ്റ്റ് എന്ന വാക്ക് അദ്ദേഹത്തോട് ചേർന്ന് ഉപയോഗിക്കാൻ വളരെ വേദനയും വിഷമവും ഉണ്ട്. പക്ഷെ ആരാണെങ്കിലും ഇതിൽ ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യപ്പെടണം. ഒരു വേദന വിഷമം വേണ്ട. ഉടായ്പ ഈ ശബരിമലയിൽ പ്രത്യേകിച്ച് കേരളത്തിന്റെ അഭിമാന സ്തംഭമായ ഒരു ആരാധനാലയത്തിൽ തട്ടിപ്പ് നടത്തി ഏത് കൊമ്പത്തെ ആളാണെങ്കിലും തൂക്കി അകത്തിടണമെന്നാൽ തർക്കം വേണ്ട. നന്ദി രാഹുൽ ഈശ്വർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.